ഷില്ലോങ്ങിലെ സോനത്തിൻ്റെ ഞെട്ടിപ്പിക്കുന്ന കഥകളാണ് ഹണിമൂൺ കൊലപാതകത്തിന് പിന്നാലെ വരുന്നത്. ഭർത്താവിനെ അകറ്റി നിർത്താൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്നു, ശാരീരിക ബന്ധം പുലർത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നീക്കവും നടത്തുന്നു. കാരണം കാമുകനോടൊപ്പം പോകണമല്ലോ. അതെ. ഇപ്പോൾ ഭർത്താവിനെ അകറ്റി നിർത്താൻ വേണ്ടി ക്ഷേത്ര ദർശനങ്ങളായിരുന്നു. അതെ, അതായത് നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറമാണ്, അതിനപ്പുറം ആണ് സോനം ചെയ്തു കൂട്ടിയത്. അടിസ്ഥാനപരമായി സോനത്തിന് ഈ വിവാഹത്തിന് താല്പര്യമില്ലായിരുന്നു. അവരുടെ കുടുംബാംഗങ്ങളുടെ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടാണ് ഈ രാജ രഘുവംശി 29 വയസ്സുള്ളൊരു ചെറുപ്പക്കാരനെ വിവാഹം കഴിച്ചത്. ഈ സോനത്തിന് ഇവരുടെ കാമുകൻ, അതായത് രാജ് കുഷ്വാഹ എന്നാണ് അയാളുടെ പേര്, ഇയാളുമായിട്ട് നേരത്തെ തന്നെ പ്രണയബന്ധം ഉണ്ടായിരുന്നു. ഇയാൾ ഇവരുടെ ഫാമിലി ബിസിനസ്സിലെ ഒരു അക്കൗണ്ടൻ്റാണ്. അപ്പോൾ ഈ വിവാഹത്തിന് വീട്ടുകാർ എതിർത്തിരുന്നു, സമ്മതിച്ചില്ല. അത് എതിർപ്പുകൾ അവഗണിച്ചുകൊണ്ടാണ് ഈ ഒരു വിവാഹം, അല്ലാതെ ഈ രാജ് കുഷ്വാഹയുമായിട്ടുള്ള ബന്ധത്തെ എതിർത്തുകൊണ്ടാണ് ഈ വിവാഹം ഇവർ വീട്ടുകാരെ നടത്തിക്കൊടുത്തത്. അപ്പോൾ ഈ സോന അപ്പം തന്നെ ഒരു വെല്ലുവിളി നടത്തിയിരുന്നു, ഇത് ഇങ്ങനെ വിവാഹം കഴിപ്പിച്ചാൽ ഞാൻ എന്താ ചെയ്യുന്നത് കാണിച്ചു തരാം. പക്ഷേ ഈ വീട്ടുകാരൊരു ചിന്തിക്കുക പോലും ചെയ്തില്ല. ഇത്തരത്തിലൊരു പ്രതികാരം, താലി കെട്ടിയ പുരുഷനെ ഇത്തരത്തിൽ കൊന്നുകളയുന്ന തരത്തിലൊരു പ്രവൃത്തി സോനം ചെയ്യുമെന്ന് വീട്ടുകാരും കരുതിയിരുന്നില്ല. ഏതായാലും ഇപ്പോൾ ഈ സംഭവത്തിൻ്റെ കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള വിവരങ്ങൾ, അതായത് സോനത്തിൻ്റെ കുറ്റസമ്മത മൊഴി അടക്കമുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് മേഘാലയ പോലീസ് പറയുന്നത് പ്രകാരം ഈ സോനം ഈ കല്യാണം നടന്ന് തൊട്ടടുത്ത ദിവസം മുതൽ ഈ കൊലപാതകത്തെക്കുറിച്ചുള്ള ആസൂത്രണം തുടങ്ങിയെന്നുള്ളതാണ്. അതായത് മെയ് 11 വിവാഹം നടന്നത്. അത് കഴിഞ്ഞുള്ള അടുത്ത 3 ദിവസവും ഇതിൻ്റെ പ്ലാനിങ് നടന്നു. എന്നിട്ട് ഈ പാവം ഭർത്താവിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നത്, ഈ കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടാകണം, നമ്മുടെ ദാമ്പത്യ ബന്ധത്തിൽ ഐശ്വര്യം ഉണ്ടാകണമെങ്കിൽ ഒരുപാട് ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തണം, ആ അനുഗ്രഹം ഉണ്ടായാലേ നമ്മുടെ ജീവിതം നന്നാകുമെന്ന് പറഞ്ഞിട്ട് ഈ പാവത്തിനെ കാമാക്യ ടെമ്പിൾ, ഗുവാഹത്തി, ആസാമിലെ ഗുവാഹത്തിയിലുള്ള ഒരു ക്ഷേത്രമാണ്, ഇവിടെ ദർശനം നടത്തിയിട്ട് അവിടെ എന്തോ വഴിപാട് നടത്താനുണ്ടെന്നും പറഞ്ഞ് കൊണ്ടുപോയി. ഈ വഴി പോകുന്ന വഴിയാണ് ഇവർ നേരെ ഹണിമൂണിനായിട്ട് ഈ പറയുന്ന മേഘാലയയിലെ ഷില്ലോങ്ങിലേക്ക് എത്തുന്നത്. ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. അപ്പോൾ അവിടെ ഇവർ എത്തി ഒരു ഹോട്ടലിൽ മുറിയെടുത്തു, ഒരു ഹോം സ്റ്റേയിൽ. ആ ഹോം സ്റ്റേയിൽ മുറിയെടുത്തിട്ട് ഇവർ ഈ സോനത്തിൻ്റെ പദ്ധതി എന്താണെന്ന് വെച്ചാൽ, നാംഗ്രിയാത്ത് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് അവിടെ. അത് ഇത്തിരി വനമേഖലയാണ്, ഇത്തിരി റിമോട്ടായിട്ടുള്ള ഏരിയയുമാണ്, പെട്ടെന്ന് അധികം ആൾക്കാർ അവിടെ വരില്ല. ഈ ട്രക്കിങ് അതേപോലുള്ള കാര്യങ്ങൾ നടക്കുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ വെച്ച് ഈ കൊലപാതകം നടത്താനാണ് ഇവർ പദ്ധതി ഇട്ടത്. ഇതിനു വേണ്ടിയിട്ട് 3 വാടക കൊലയാളി ഇവർ സെറ്റ് ചെയ്തിരുന്നു. അതായത് ഇവരുടെ കാമുകൻ രാജ് കുഷ്വാഹ എന്ന് പറയുന്ന ആളാണ് ഈ വാടക കൊലയാളികളെ 3 പേരെ, അതായത് വിശാൽ സിംഗ്, ആകാശ് രജ്പുത്, ആനന്ദ് കുർമി എന്നീ 3 പേരെ ഇതിനു വേണ്ടിയിട്ട് തയ്യാറാക്കി കൊടുത്തത്. അപ്പോൾ ഈ വാടക കൊലയാളിയും ഇവർ ഈ ഹണിമൂണിനെ എത്തിയ ദിവസത്തിൻ്റെ തൊട്ടടുത്ത ദിവസം ഇവരും ഇവിടെ എത്തിയിരുന്നു. അപ്പോൾ ഇവരും ഈ വനമേഖലയിൽ വെച്ച് ഇവർക്ക് കൊലപാതകം ചെയ്യാനുള്ള സൗകര്യത്തിനാണ് ഈ പറയുന്ന നോങ്ക്രിയാത്ത് എന്ന് പറയുന്ന വനമേഖലയിലേക്ക് ഈ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് ഈ സോനം പോയത്. പക്ഷേ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, അവിടെ അന്ന് കൃത്യം നടത്താൻ ഇവർക്ക് പറ്റിയില്ല. കാരണം അവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ അന്ന് വരുന്നുണ്ടായിരുന്നു, ഒരുപാട് ട്രക്കിങ്ങും അതും ഇതൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് സൗകര്യപ്പെട്ടില്ല. ഇല്ലായിരുന്നെങ്കിൽ ഇവർ വന്ന ആ ദിവസം തന്നെ ഈ കൊലപാതകം നടന്നേനെ. ഇപ്പോൾ 2 ദിവസവും കൂടി കഴിഞ്ഞ് 23-ാം തീയതി ബെയ്സാദോങ് എന്ന് പറയുന്ന ഒരു വെള്ളച്ചാട്ടമുണ്ട്, അവിടെ വെച്ചാണ് ഈ കൊലപാതകം നടക്കുന്നത്. അപ്പോൾ ഈ കൊലപാതകം നടത്താൻ വേണ്ടിയിട്ട് വന്ന കൊലയാളി സംഘം ഇവരുടെ ഹോട്ടലിൻ്റെ പരിസരത്ത് നിന്ന് തന്നെയാണ് ഒരു കത്തിയൊക്കെ വാങ്ങുന്നത്. ഈ വളഞ്ഞ ഈ ഗൂർഖകൾ ഉപയോഗിക്കുന്ന രീതിയിലുള്ള കത്തി, വളഞ്ഞ കുക്രി പോലത്തെ. അതെ, കുക്രി. ആ കത്തി ഉപയോഗിച്ച് ഇയാളുടെ കഴുത്തറുത്ത് കൊല്ലുകയായിരുന്നു. ഇതിന് ശേഷം സോനം അവിടുന്ന് അപ്രത്യക്ഷമായി. അപ്പോൾ ഇവരുടെ വീട്ടുകാർ ഇവരെ ബന്ധപ്പെടാൻ നോക്കുമ്പോൾ ഫോണിൽ കിട്ടുന്നില്ല. അപ്പോൾ ഇവർ സ്വാഭാവികമായിട്ടും പോലീസിൽ പരാതി കൊടുത്ത് ഇവരെ കാണുവാനില്ല എന്ന തരത്തിൽ. അങ്ങനെ പോലീസ് അന്വേഷിച്ച് വന്നപ്പോൾ ഈ സോനത്തിൻ്റെ മുറിയിൽ നിന്ന് ഒരു സ്യൂട്ട് കേസ് കിട്ടി. സ്യൂട്ട് കേസിൽ ഈ താലിമാല, മംഗൽസൂത്രം എന്ന് പറയും, താലിമാലയും വിവാഹമോതിരവും അവിടെ തന്നെ വെച്ചിരുന്നു. അപ്പോൾ പോലീസിന് സ്വാഭാവികമായിട്ട് സംശയം തോന്നി, ഈ അടുത്ത് കല്യാണം കഴിഞ്ഞ് ഹണിമൂണിന് വന്ന ദമ്പതികൾ എന്തിന് ഈ താലിമാലയും വിവാഹമോതിരമൊക്കെ ഉപേക്ഷിച്ച് പോകണം? ആ സംശയമാണ് പോലീസിനെ നേരിട്ട് സോനത്തിലേക്ക് എത്തിച്ചത്. അപ്പോൾ സോനത്തിൻ്റെ ഫോൺ മിസ്സിംഗ് ആണ്, നമ്പർ കിട്ടുന്നില്ല. അപ്പോൾ സോനത്തിൻ്റെ നമ്പർ മറ്റ് കാര്യങ്ങളൊക്കെ ട്രേസ് ചെയ്തപ്പോൾ ഈ രാജ് കുഷ്വാഹ എന്ന് പറയുന്ന ആളുമായിട്ട് ഇയാൾക്ക് ബന്ധമുണ്ടെന്നുള്ളത് പോലീസിന് മനസ്സിലായി. അങ്ങനെ പോലീസ് അന്വേഷണം തുടങ്ങി. ഏതാണ്ട് 1200 കിലോമീറ്ററുകൾക്കപ്പുറം ഉത്തർപ്രദേശിൽ നിന്നാണ് സോനത്തെ കിട്ടുന്നത്. അതും ഈ
കാമുകൻ പിടിയിലായി എന്ന് മനസ്സിലായപ്പോൾ അവർ കീഴടങ്ങിയെന്നാണ് പറയപ്പെടുന്നത്. ഈ കഴിഞ്ഞ 9-ാം തീയതി ആണ് കീഴടങ്ങുന്നത്. അപ്പോൾ ഇപ്പോൾ വരുന്ന വിവരങ്ങൾ പ്രകാരം ഈ രാജ് കുശ്വാഹ എന്ന് പറയുന്ന ഇവരുടെ കാമുകനാണ് ഫോൺ വഴി ഈ കാര്യങ്ങളൊക്കെ ഏകോപിപ്പിച്ചത്. ഈ 3 വാടക കൊലയാളികൾ ഈ കൃത്യം നടക്കുമ്പോൾ ഈ സോനം ഈ ലൈവ് ലൊക്കേഷൻസ് ഒക്കെ വാട്സാപ്പ് വഴി ലൈവ് ലൊക്കേഷൻസ് ഒക്കെ അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ കാമുകൻ്റെ നിർദ്ദേശാനുസരണമാണ് ഈ വാടക കൊലയാളികളുടെ നീക്കമൊക്കെ നടന്നത്. അങ്ങനെയാണ് ഈ കൃത്യം നിർവഹിച്ചത്. ഇപ്പോൾ പോലീസിനെ കണ്ണുവെട്ടിക്കാനായിട്ട് സോനം ആകുന്നതെല്ലാം ശ്രമിച്ചു. ആദ്യം ഇവർ കൊടുത്ത മൊഴി, എന്നെ ആരോ ആക്രമിക്കാൻ വന്നു, അവരിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഭർത്താവ് കൊല്ലപ്പെട്ടത് എന്നാണ് ആദ്യം കൊടുത്ത മൊഴി. അപ്പോൾ പോലീസ് ഇത് വിശ്വാസത്തിലെടുത്തില്ല. കാര്യം പോലീസിന് ഇതിനോടകം തന്നെ ആവശ്യത്തിനുള്ള തെളിവുകൾ കിട്ടിയിരുന്നു. ഈ മൃതദേഹം കിടന്ന സ്ഥലത്ത് ഒരു കത്തിയും ഒരു രക്തം കലർന്ന ഒരു റെയിൻകോട്ടും ഒരു മൊബൈൽ ഫോണിൻ്റെ സ്ക്രീൻ ഗാർഡും അടക്കമുള്ള തെളിവുകളൊക്കെ കിട്ടിയിരുന്നു. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് തന്നെ ഇത് കൊലപാതകമാണ്, ഈ പെൺകുട്ടിക്ക് ഈ സോനത്തിന് ഇതിൽ കൃത്യമായ പങ്കുണ്ടെന്ന് പോലീസിന് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സോനത്തിൻ്റെ ഈ മൊഴി അവർ വിശ്വാസത്തിലെടുത്തില്ല. അപ്പോൾ അന്വേഷണത്തെ വഴിതെറ്റിക്കാനാണ് ആദ്യം നോക്കിയത്. ഒരു കൊള്ള സംഘം തങ്ങളെ ആക്രമിച്ചു, അങ്ങനെ അതിനിടയിലാണ് ഭർത്താവ് കൊല്ലപ്പെട്ടത്. പക്ഷേ പിന്നീടുള്ള ചോദ്യം ചെയ്യലിൽ ഈ പറയുന്ന സോനം കുറ്റം സമ്മതിച്ചു. അതായത് അവർ ഈ കാമുകനോടൊപ്പം, അതായത് ഭർത്താവിനെ ഇല്ലാതാക്കി കാമുകനോടൊപ്പം ഉള്ളൊരു ജീവിതം ആഗ്രഹിച്ചാണ് ഈ കൊടും കൃത്യമൊക്കെ ചെയ്തു കൂട്ടിയത്. അതോടൊപ്പം തന്നെ കാമുകനോടൊപ്പം കന്യകയായിട്ട് തന്നെ വരണം എന്നുള്ള ചിന്തയിൽ കല്യാണം കഴിഞ്ഞിട്ടും ഭർത്താവിനോട് ശാരീരിക ബന്ധത്തിനും സമ്മതിക്കാതെ പറ്റാവുന്ന നുണങ്ങളെല്ലാം പറഞ്ഞ് ഉള്ള ക്ഷേത്രങ്ങളിൽ വഴിപാടും പൂജയും നടത്തി ആ പാവത്തെ കൃത്യമായി കൊണ്ട് ട്രാപ്പ് ചെയ്തു. സ്വന്തം വീട്ടുകാരടക്കം സോനത്തിനെതിരെ മൊഴി കൊടുത്തു. അപ്പോൾ ഈ സോനം ഇപ്പോൾ ആപ്പിലായിട്ടുണ്ട്. അതായത് പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ക്രൈമാണ് ചെയ്തത്, വളരെ പ്ലാൻഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതിനിടയ്ക്ക് പറ്റിയ അബദ്ധങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെയുള്ള മുങ്ങലും അതുപോലുള്ള തട്ടിപ്പ് പരിപാടികളൊക്കെ കാണിച്ചപ്പോഴാണ്, ഇല്ലെങ്കിൽ ആക്രമിക്കാൻ വരുന്നു എന്നുള്ള കഥകളൊക്കെ പറഞ്ഞപ്പോഴാണ് പോലീസിന് കൃത്യമായിട്ട് മനസ്സിലായത് ഇവർ തന്നെയാണ് ഇതിൻ്റെ ഉത്തരവാദി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പോലീസ് ആ നീക്കം നടത്തി കൃത്യമായി ഇവരെ പിടികൂടി നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരുന്നു. പക്ഷേ ഇവിടെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടുകാരാണ് ഇതിൽ ശരിക്കും പ്രതികളായിട്ടുള്ള ആൾക്കാർ. ഇവർ ഈ കൊലപാതകം ചെയ്തു എന്നുള്ളതാണെങ്കിലും അതിൻ്റെ പ്രേരണ ഉണ്ടായിരിക്കുന്നത് അനാവശ്യമായ ഒരു വിവാഹത്തിലേക്ക് ആ യുവതിയെ കൊണ്ടെത്തിച്ച് അത് കൊലപാതകത്തിലേക്ക് കൊണ്ടുപോയി. എന്തിനാണ് ഇതിൻ്റെയൊക്കെ ആവശ്യം? അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാൻ വിട്ട് കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രശ്നമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അവനവൻ്റെ കാര്യം നോക്കിയാൽ ജീവിക്കാനായിട്ട് അവനവൻ തീരുമാനിക്കുന്ന പാതയിലേക്ക് പോകാനായിട്ട് വീട്ടുകാർ അനുവദിക്കാതെ വന്നതിൻ്റെ ഒരു ഫലമാണിത്. അതായത് ഈ പെൺകുട്ടി നല്ല സാമ്പത്തിക പശ്ചാത്തലമുള്ള ഒരു പെൺകുട്ടി തന്നെയാണ്. ഇവർക്ക് സ്വന്തമായി ഫാമിലി ബിസിനസ്സുണ്ട്, ഫർണിച്ചർ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബിസിനസ്സുണ്ട്. ഈ കാമുകൻ അവിടുത്തെ ജോലിക്കാരനാണ്. ഇത് കൂടാതെ ഈ കൃത്യം നിർവഹിക്കാനായിട്ട് വാടക കൊലയാളികൾക്ക് 20 ലക്ഷം രൂപയാണ് ഓഫർ ചെയ്തിരുന്നത്. അപ്പോൾ അത്രയും വലിയ സമ്പത്തിൻ്റെ ഉടമയാണ് ഈ സോനം. എന്നിട്ടാണ് ഇമ്മാതിരി പരിപാടികളൊക്കെ ചെയ്തത്.